ഗൈസ്, ഇന്ന് രാവിലെ ഞാനൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട്, പഴം, പപ്പടം, പിന്നെ ചായ. പക്ഷേ പുട്ട് ഞാൻ പുട്ടുകുറ്റിയിലല്ല ഉണ്ടാക്കിയത് കേട്ടോ. നമ്മളുടെ എളുപ്പ പരിപാടിയായ സ്റ്റീമറിലാണ് ഉണ്ടാക്കിയത്. ഇതാകുമ്പം എളുപ്പം നമ്മളുടെ പരിപാടി കഴിയും. അങ്ങനെ ഞാൻ സ്റ്റീമറിലാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെയല്ലേ നമുക്ക് എളുപ്പം പണി ചെയ്ത് തീർക്കാനുള്ള പരിപാടിയല്ലേ ഇതൊക്കെ. അത് കാരണം അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഈ തിളയ്ക്കുന്നത് എന്താണെന്ന് അറിയുമോ? ആ പാത്രത്തിൻ്റെ ഉള്ളിലെല്ലാം നല്ല കറുപ്പായിരുന്നു. നമ്മൾ ഓരോന്നിങ്ങനെ ആഹാരമൊക്കെ വെച്ചിട്ടേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. അതിനുശേഷം ഒരു നാരങ്ങയുടെ ഉണങ്ങിയ തൊണ്ടിട്ട് തിളപ്പിക്കുക. അപ്പം നമുക്ക് ആ പാത്രത്തിലുള്ള എല്ലാ കറയും മാറിയിട്ട് നല്ല ക്ലീനായിട്ട് വരും. അപ്പം ഇന്ന് ഞാൻ മേടിച്ചത് എൻ്റെ മത്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അയലമീനാണേ. അയലമീൻ, പിന്നെ ശകുന്തള. മത്തിയോടാണ് എപ്പോഴും പ്രിയം, പക്ഷേ ഇന്നത് കിട്ടിയില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് എനിക്ക്. പക്ഷേ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഇതാണ് മീൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെട്ടി കഴുകിക്കൊണ്ട് വരാം. വെള്ളം ഒഴിച്ചങ്ങിട്ടു. നമുക്കത് വെട്ടിയെടുക്കാമേ. ഫ്രഷ് മീനാണ്, അങ്ങനെ ചീത്തയായ മീനൊന്നും അല്ല, നല്ല ഫ്രഷ് മീൻ. ഇപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചു. അരി അടുപ്പത്തിട്ട് തിളയ്ക്കുവാണേ. കുത്തിരിച്ചോറാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെക്കും. അത് കഴിഞ്ഞ് പിന്നെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിങ്ങനെ അടച്ചു വെച്ചു. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പിന്നെയും തിളപ്പിച്ചെടുക്കുക. സാറ്റർഡേ രാവിലെ ഒരു ചായയും പുട്ടും കൂടെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചായയും കൂടെ കുടിക്കാൻ തോന്നി. അപ്പം ഞാൻ ഒരു ചായയും കൂടി ഇട്ടെ. നിങ്ങൾക്കിങ്ങനെ ചായ കൂടുതൽ കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ? എപ്പം ചായ കിട്ടിയാലും കുടിക്കുന്ന ഒരു ആളാണ് ഞാൻ. ചായ കുടിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ഞാൻ കുടിക്കാൻ പോവാണേ. പക്ഷേങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ജ്യൂസൊന്നും അല്ല ഇത് കേട്ടോ. ഇത് ശരിക്കും നമ്മളുടെ പൂർവികന്മാരെല്ലാം കഴിച്ചിരുന്ന ജ്യൂസാണ് കേട്ടോ. ഇതാണ് സാക്ഷാൽ നമ്മളുടെ കഞ്ഞിവെള്ളം ഉപ്പിട്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. ഈ ജ്യൂസിനോടും ഏതെങ്കിലും ഇപ്പോഴത്തെ ജ്യൂസ് പറ്റുമോ അല്ലേ? കുറച്ച് ഉപ്പിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷീണമൊക്കെ എങ്ങനെ പമ്പ കിടക്കും എന്നറിയാവുന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും അല്ലേ? അപ്പോൾ ഞാൻ മീൻ വെട്ടുകയാണ്. തിരിച്ചു പിടിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചിറകുകളൊക്കെ നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും തിരിച്ചു പിടിച്ച് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് പക്ഷെ നമ്മുടെ കത്തിയിലൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഇതുകൊണ്ട് മീൻ വെട്ടുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. അയില നമുക്ക് അതുപോലെ തന്നെ വെക്കാം. കത്രി വെച്ച് വെട്ടുന്നത് നല്ലതാണ്. അതിൻ്റെ ചിറകൊക്കെ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ? അടിപൊളി എങ്ങനെ വെട്ടിയെടുക്കാം. കാക്കകളെല്ലാം ഭയങ്കര ബഹളം. എന്തുകൊണ്ടാവോ? കുറേ നേരമായി തുടങ്ങിയിട്ട്. ഈ വീഡിയോക്കകത്തിലെല്ലാം കാക്കയുടെ ശബ്ദമാണ്. ഇന്നെന്താ പറഞ്ഞ പത്രസമ്മേളനമാണെന്ന് തോന്നുന്നു. അല്ലേ, ശനിയാഴ്ച അല്ലേ? അടുത്ത ആഴ്ചത്തേന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്ലാൻ ചെയ്യുമായിരിക്കും ഇല്ലയോ? അപ്പം നമ്മൾ മീൻ വെട്ടിയതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ മീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് നമുക്ക് തേച്ച് നല്ലതായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. മീനൊക്കെ ജീവനുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും വെളിയിൽ ചാടുന്നു. ഉപ്പിട്ട് കഴുകുന്നുണ്ടേ. മീനൊക്കെ എന്തൊരു ഗ്ലേസിംഗ് ആണെന്ന് നോക്കി, എന്തൊരു ഗ്ലോ അല്ലേ? നമുക്ക് കഴുകിയെടുക്കാമേ.
നന്നായിട്ട് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് പോകത്തില്ല. അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഒരു ഫ്രൈ ചെയ്യാം, പിന്നെ നമുക്കത് ബാക്കി കറി വയ്ക്കാം. ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കത് ചോറ് വെള്ളം ഊറ്റിക്കളയാം. അപ്പം ഞാൻ ഇന്നൊരു ഡാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും സവാള കട്ട് ചെയ്ത് വെച്ചത് അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവാള അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇച്ചിരി കൂടി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഞാൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ടൊമാറ്റോ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായിട്ട് കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. സ്വല്പം മഞ്ഞളും സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിട്ട് കൊടുക്കുന്നത് എളുപ്പമൊന്നും വഴന്ന് വരാനായിട്ടാണ്. അതുമല്ല നമ്മളുടെ സവാളയ്ക്കും ടൊമാറ്റോയ്ക്കും ഉള്ളിലേക്ക് ഉപ്പങ്ങ് ഇറങ്ങി ചെല്ലും. അപ്പോൾ നമ്മളുടെ സവാളയും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനും കൂടെ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. ഇതിന് ഡാല് തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് കേട്ടോ. മല്ലിയില ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതിയേ. എല്ലാവർക്കും ഒന്നും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യിൽ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും കൂടെ ഫ്രൈ ചെയ്തിടണം. നമ്മളുടെ മീൻ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഫ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഡാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ജീരകം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങളെല്ലാവരും. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറെടുത്താലോ? കുറച്ച് ചോറിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്കതിലേക്ക് ഡാൽ ഫ്രൈ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളുടെ മീൻ ഫ്രൈ ആണ്. ഇതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും അച്ചാറും കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.